ഹായ് ഓൾ, ഇറ്റ്സ് മീ ആയിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇന്നിപ്പോൾ ഞാൻ എണീക്കുമ്പം കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാനൊരു 7 മണി 7:15 ആകുമ്പോൾ എണീക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ രാത്രി ഞാനൊരു 7 മണീൻ്റെ അലാറം വെച്ചു. ഈ 7 മണീൻ്റെ അലാറം വെച്ചാലും ചിലപ്പോൾ എണീക്കുമ്പോൾ 7:15 ചിലപ്പം 7:30 ആകും കേട്ടോ. പക്ഷെ എന്നാലും അലാറം വെക്കൽ 7 മണിക്കായിരിക്കും. അങ്ങനെ പതിപോലെ ഞാൻ 7 മണിക്ക് അലാറമൊക്കെ വെച്ച് ഞാൻ വേഗം ചാടി എണീറ്റു. കാരണം അല്ലെങ്കിൽ തലേ ദിവസം ഞാൻ രാത്രി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ആക്കി വെക്കലുണ്ട്. ഇന്നലെ ഇപ്പം ഞാൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഈ രാത്രി ചപ്പാത്തിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ പിന്നെ രാവിലെ എണീറ്റാൽ വേറെ പണിയൊന്നുമില്ല, വേഗം ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അപ്പം ഇന്ന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആക്കാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് 7 മണിയായപ്പോൾ തന്നെ ഞാൻ വേഗം എണീറ്റു കേട്ടോ. അപ്പോഴാണ് ഒരാൾ പറയുന്നത് ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, വർക്ക് ഫ്രം ഹോം ആണ് എന്നുള്ളത്. കാര്യമൊന്നുമല്ല, ആൾക്ക് ഇന്നലെ നല്ല പനി ഉണ്ടേനു. അപ്പോൾ പിന്നെ ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഞാൻ വേഗം കിടന്നുറങ്ങിട്ടോ. ഞാൻ ആ ബെഡുമെന്ന് ഇറങ്ങി അതേപോലെ തന്നെ കയറി പുതപ്പും പൊതിച്ച് കിടന്നുറങ്ങി. ഇനിയിപ്പം കുറച്ച് നേരം വൈകി എണീച്ചാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഒരു 9:30 9:45 ആയിട്ടുണ്ടേനു. അങ്ങനെ പോയി ഫ്രഷൊക്കെ ആയി. അപ്പോഴേക്കും എൻ്റെ ജമനും എണീറ്റ് വന്നു കേട്ടോ. ജമൻ എണീറ്റ് വന്ന് പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടു. കാരണം എനിക്ക് ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യമാണ് കേട്ടോ എണീറ്റ് കഴിഞ്ഞാൽ ആ ബെഡൊക്കെ ഒന്ന് തട്ടി വിരിച്ചിടുക എന്നുള്ളത്. കാരണം ബെഡ് വൃത്തിയായി കിടന്നാൽ തന്നെ വീട് മൊത്തം വൃത്തിയാവുന്ന പോലെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും റൂമിലേക്ക് വരൽ. അപ്പോൾ ഈ റൂമൊക്കെ ആകെ മൊത്തം അലങ്കോലമായി കിടക്കുമ്പം ആകെ മൊത്തം സമാധാനക്കേടാണ്. അപ്പോൾ അത് വൃത്തിയാക്കിയിട്ടാൽ ബാക്കിയൊക്കെ വൃത്തിയാക്കിയ പോലെ തോന്നും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ പോയപ്പോൾ മാമീൻ്റെ വീട്ടിൽ പോയപ്പോൾ മാമി ഫ്രോസൺ ഗ്രീൻ പീസ് വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഞാനും വിചാരിച്ചത് ഇത് നല്ല എളുപ്പപ്പണിയാണല്ലോ എന്നുള്ളത്. നമ്മൾ സാധാ ഗ്രീൻ പീസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തലേ ദിവസം പുതിർത്തിടണം. ഇനി അഥവാ അത് പുതിർത്തിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കറി ഉണ്ടാക്കാനും കഴിയില്ല. ഇനിയിപ്പോൾ ഇത് പുതിർത്തിട്ടാലും ചിലപ്പോൾ നമ്മൾ രാവിലെ തിരക്കിട്ടാക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് വേവുമില്ല കേട്ടോ. എനിക്ക് എത്രയോ പ്രാവശ്യം അങ്ങനത്തെ അബദ്ധമൊക്കെ പറ്റിക്കണ്. ഈ കുക്കറിൽ എത്ര വിസിലടിച്ചാലും ചിലപ്പോൾ അങ്ങനെ വേവില്ല. നമ്മൾ തിരക്ക് പിടിച്ച സമയത്തായിരിക്കും അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റൽ. അപ്പോൾ ഈ ഫ്രോസൺ ആകുമ്പം അതിൻ്റെ ഒന്നും പണിയില്ല. ജസ്റ്റ് ഒരു 2-3 വിസിൽ വന്നാൽ തന്നെ സംഭവം നല്ല കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ അത് മാറ്റിയിട്ട് കുറച്ച് ഉള്ളി, തക്കാളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കുറച്ച് പൊടികളും പിന്നെ ഒരു ചെറിയ പീസ് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് അതൊന്ന് പിന്നെ അത് ഒരുമിച്ച് ഒരു 2 വിസിലും കൂടി വന്നപ്പം കറി സെറ്റായിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ. അപ്പോൾ അതാണ് ഇനി നല്ലത് തോന്നുന്നത്. അങ്ങനെ അതവിടെ സെറ്റാവുന്ന നേരം കൊണ്ട് മക്കൾ ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കറക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇവാപ്പറേറ്റഡ് മിൽക്കൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടേനും. പക്ഷെ പിന്നെ എനിക്ക് കറക്റ്റ് ഉണ്ടാക്കാനുള്ള ആ ഒരു മൂഡ് പോയി. എനിക്കിങ്ങനെ ഈ ചായ ആയാലും കോഫി ആയാലും ഒക്കെ കുടിക്കുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇരുന്ന് കുടിക്കാനാണ് ഇഷ്ടം. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കോഫി കുടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കോഫി ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് കുടിക്കുക, അങ്ങനത്തെ പണിയും എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് കുടിച്ചൊരു ഫീൽ കിട്ടാത്തതുപോലെ തോന്നും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന്. അപ്പോഴാണ് എൻ്റെ അജ വന്നിട്ട് എനിക്ക് കറക്റ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചത്. ഓക്കെ, ഈ പാൽ ചായ കോഫി അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കറക്റ്റ് കുടിക്കുന്ന കണ്ടപ്പം ആളൊരു സിപ്പ് കുടിച്ച് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ശേഷം പിന്നെ ഇതേപോലെ ഇടയ്ക്കൊരു പൂതിയ അമ്മ വന്നിട്ട് കറക്റ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഓക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഇന്നലത്തെ കുറച്ച് ചപ്പാത്തീൻ്റെ മാവ് ബാക്കിയുണ്ടേനു. അപ്പോൾ അത് നോക്കിയപ്പോൾ അതെന്തായാലും ഇപ്പം നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തികയൂല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് മാവും പാടി കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടോ. ആ നേരമായപ്പോഴത്തേക്കും എൻ്റെ കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി എന്നിട്ട് പിന്നെ ബാക്കി പൂരീൻ്റെ പണി നോക്കലാണ്.
ഇന്നിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ നോർമലായിട്ട് ഒരു 10-10:30 ആകുമ്പോൾ ചായ കുടിക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ എണീറ്റ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 10:30 ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും മൊത്തമായിട്ട് തുടങ്ങണ്ടേ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 7 മണിക്ക് എണീക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കും. ജസ്റ്റ് കറി ഉണ്ടാക്കി വെക്കും. പത്തിരിയൊക്കെ ചിലപ്പം ചൂടോടെ മക്കൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാനും മക്കളും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അപ്പോൾ ഇന്നിപ്പം കറിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടേനു. പിന്നെ മക്കളൊക്കെ കുളിക്കാൻ പറഞ്ഞയച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞാൽ തന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കാൻ നോക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കും. മറ്റേത് ഒരു പണി കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അടുത്ത പണിയെടുത്ത് ഞാൻ ആദ്യമൊക്കെ അങ്ങനെയുണ്ടോ ചെയ്യൽ. അപ്പോൾ അതെനിക്കെന്തോ ഡബിൾ പടിയായിട്ട് ഇപ്പോൾ തോന്നിയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വേഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കും. അതാകുമ്പം കുറച്ച് നേരം വരെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ എൻ്റെ അടിച്ചു വാരലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞ് കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചണിൽ വന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ചു, റൈസൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനു. ഇന്നിപ്പം ഞാൻ കപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ ചിക്കനൊക്കെ ഒന്ന് മസാല പിടിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ ഇന്ന് കപ്സൊക്കെയുള്ള ചിക്കനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. സാധാരണ കപ്സൊക്കെയുള്ള ചിക്കൻ പൊരിച്ചിട്ടല്ല കേട്ടോ കപ്സ് ഉണ്ടാക്കൽ. ഇതിപ്പോൾ നമ്മൾ അല്ലാതെ ചിക്കൻ അതിലേക്ക് ഇടുമ്പോൾ ചിക്കനിലൊരു മസാല പിടിക്കാത്ത പോലെ തോന്നും, ഒരു എരിവും പുളിയൊക്കെ ഇല്ലാത്തതുപോലെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാനിങ്ങനെ ഫ്രൈ ആക്കി വെക്കുന്നത്. ഇവിടെ ഈ ഒരു കപ്സ റൈസിനെക്കാളും കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടം മന്തിയാണ് കേട്ടോ. അപ്പോൾ മന്തിക്കുള്ള ചിക്കനല്ല, ചെറിയ ചെറിയ പീസ് ചിക്കനാണ്. അപ്പോൾ ഇത് വെച്ച് മന്തി ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് നിന്നത്. ഇതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് പണിയും കഴിയും കേട്ടോ. കാരണം ഒരു ഭാഗത്ത് ചിക്കൻ പൊരിക്കുന്ന നേരത്ത് അടുത്ത ഗ്യാസിൽ നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കി റൈസൊക്കെ ഉണ്ടാക്കി അവസാനം എല്ലാം കൂടി വെച്ചിട്ട് ഒരു 10-5 മിനിറ്റ് ഒന്ന് ദമ്മിട്ടാൽ മതിയല്ലോ. അപ്പം ഞാൻ റൈസിലേക്കുള്ള ഉള്ളി, സ്പൈസസ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനത്തെ ഒക്കെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിൻ ടേസ്റ്റിന് ചേർക്കുന്നത് ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. ഇത് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് തന്നെ മാറ്റം വരും. അങ്ങനെ ചിക്കൻ്റെ സ്റ്റോക്കും പിന്നെ കുറച്ച് കബ്സ മസാല പ്ലസ് കുറച്ച് എന്താ പറയുക ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കബ്സ് ഉണ്ടാക്കുമ്പോഴും മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു മസാല തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ടൊമാറ്റോൻ്റെ പ്യൂരി ഉണ്ടല്ലോ അതുകൂടി ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ റൈസിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പം കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം. ഇടയ്ക്കൊന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും റൈസ് ഏകദേശം റെഡിയായി വരും കേട്ടോ. എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് അരി നല്ലോണം ഡ്രൈ ആവുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ചൊരു വെള്ളം ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ ഒന്ന് ദമ്മിട്ടാൽ മതി. അപ്പോൾ റൈസ് നല്ല സെറ്റായി കിട്ടും. ഈ ഒരു റൈസൊക്കെ നമ്മൾ ആക്കി വെച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് നല്ല കഴിക്കാൻ പറ്റിയ ആ ഒരു ചൂടൊക്കെ ആയി റൈസും ചിക്കനും ഒക്കെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി കിട്ടും. നമ്മൾ ഈ റൈസൊക്കെ ആക്കിയ പാടെ തന്നെ കഴിക്കുമ്പോൾ അത് നമുക്ക് നല്ലോണം ഒന്ന് ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ കേട്ടോ. കാരണം ഇതൊന്ന് ആക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂറെങ്കിലും മാക്സിമം അങ്ങനെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അങ്ങനെ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് സെറ്റായിട്ട് ചിക്കനിലേക്കും റൈസിലേക്കും ആ ഒരു മസാലയൊക്കെ പിടിച്ചൊന്ന് റെഡി ആവൽ. ഇന്നിപ്പോൾ നമുക്ക് അതിന് മാത്രമുള്ള നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും അസർ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടേനു. പിന്നെ വേഗം നിസ്കാരമൊക്കെ കഴിച്ചിട്ട് മക്കൾക്ക് ഞാൻ ചോറ് വേഗം വാരി കൊടുത്തു ലേറ്റ് ആയതുകൊണ്ട്. പിന്നെ ഞാനും ചോറ് കഴിച്ചു. ആ സമയത്ത് എനിക്ക് ഭയങ്കര പൂതിട്ടോ ഈ സമ്മർ ഇൻ ബദ്ലഹേം ഉണ്ടല്ലോ ആ ഒരു ഫിലിം കാണാൻ. അങ്ങനെ ആ ഫിലിമൊക്കെ ഇട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മഗ്‌രിബൊക്കെ ആയിട്ടോ. ഇന്നിപ്പം ഹെസക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെ ഞാൻ മഗ്‌രിബൊക്കെ ആയ സമയത്ത് ഓളെ ലാപ്ടോപ്പൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടേനു.
പിന്നെ അത് കഴിഞ്ഞിട്ട് മഗ്‌രിബ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രെഡ് മധുരത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ വിശപ്പൊന്നുമില്ല വൈകുന്നേരം ആയപ്പോൾ. കാരണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 4 മണിയൊക്കെ ആയിട്ടുണ്ട് ലഞ്ച് കഴിക്കുമ്പോൾ. അപ്പം കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ലേനും. പിന്നെ ബ്രെഡിൻ്റെ ഡേറ്റ് കഴിയാനായിക്കണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ബ്രെഡ് ഉണ്ടാക്കാം. കാരണം ഡേറ്റ് കഴിഞ്ഞിട്ട് സാധനം വെറുതെ വേസ്റ്റ് ആക്കുന്നതിലും നല്ലത് കുറച്ച് എടുത്തുണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പകുതി ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ മധുരത്തിലാക്കാമെന്ന്. ഇവിടെ ഇസാൻക്കും ജമൻക്കും ഒക്കെ ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഓരായാലും കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ബ്രെഡൊക്കെ ആക്കി വെച്ചു. അപ്പോഴേക്കും പിന്നെ എസൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എസ വന്നിട്ടുണ്ട്. പിന്നെ അതാ എല്ലാവരും കൂടി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കട്ടയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു സ്നാക്ക് മാത്രം ഉണ്ടാക്കി. കാരണം ഇത് ഓൾറെഡി മധുരമുള്ള സ്നാക്കല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മധുരം ഉണ്ടാവില്ലല്ലോ ഈ ഒരു സ്നാക്ക് കഴിച്ചാൽ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ചായ ഒന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ജമനും കൂടിയാണ് പോകുന്നത്. എസൈസാനും വരുന്നില്ല, വീട്ടിൽ ടി വി കണ്ടിരുന്നോളാന്ന് പറഞ്ഞു കേട്ടോ. അവർക്കിങ്ങനെ ഈ പെട്ടെന്ന് പോയി വരുന്ന പരിപാടിയാകുമ്പോൾ പിന്നെ നമ്മളും ഒരു വീട്ടിലിരുന്നോളാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുത്തും. നമ്മളും വേഗം പോയി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ മദീനയിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഏതായാലും തിങ്കളായി, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ എന്തായാലും സാധനം വാങ്ങാൻ വേണ്ടി വരണം. അതായത് ഒരാഴ്ചത്തേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരാഴ്ചത്തേക്ക് സാധനം വാങ്ങി സ്റ്റോക്കാക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരാഴ്ചത്തേക്കുള്ള സാധനം വാങ്ങി വെക്കാം, ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വന്നിട്ട് ഈ ആഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ഇന്നിപ്പോൾ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ മൊത്തം എന്തോ ഫ്രീ ആയതുപോലെ തോന്നി. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് അങ്ങനെ വരാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ വന്നിട്ട് ഈ ഷാമ്പു ലോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് നേരെ ഈ ആഴ്ചത്തേക്കുള്ള കുറച്ച് വെജീസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് നേരെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ലഞ്ച് തന്നെയാണ് ഡിന്നറായിട്ടും കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ.